ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ രാവിലെ കഴിക്കാനായിട്ട് ചേമ്പാട്ടോ പുഴുങ്ങുന്നത്. നമ്മുടെ ഇവിടെ കുറേ ചേമ്പൊക്കെ നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നു. മുകളിൽ നട്ടതൊന്നും ആയിട്ടില്ല, താഴെ നട്ടത് മൊത്തം പന്നി തിന്നു കേട്ടോ. ഒന്നുമില്ല, ഫുള്ള് പന്നി തിന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ചേമ്പ് പല്ലേറിപ്പോൾ ഇപ്പോൾ അമ്മ തന്നതാണ്. നല്ല വലുപ്പമൊക്കെ ഉള്ള നല്ല ചേമ്പ്, നല്ല കുറച്ച് ചേമ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പം അതിൽ കുഞ്ഞിതുമുണ്ട് വലുതുമുണ്ട്. നല്ല അത്യാവശ്യം അങ്ങനെ കിടന്ന് 2 വർഷമൊക്കെ ചിലപ്പോൾ ഇങ്ങനെ കിടന്നുണ്ടാവുന്ന ചേമ്പായിരിക്കണം. അതങ്ങനെ നന്നായിട്ടുണ്ടായിരിക്കുന്നത്. അപ്പോൾ ചേമ്പൊന്ന് പുഴുങ്ങാനായിട്ടാണ് പോകുന്നത് രാവിലെ. ഋഷികുട്ടിനൊന്നും ഇതുവരെ ചേമ്പ് കൊടുത്തിട്ടില്ല കേട്ടോ. നമുക്ക് ചേമ്പ് അങ്ങനെ കിട്ടിയിട്ടില്ല. ഇങ്ങനെ മുന്നേ കിട്ടിയവാണെങ്കിൽ അവൻ കുഞ്ഞിനൊന്നും വേറൊന്നും കൊടുക്കാനുള്ള സമയവും ആയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കുറുക്കൊക്കെ കൊടുക്കുന്ന സമയത്തായിരുന്നു കേട്ടോ. അപ്പം ചേമ്പ് പുഴുങ്ങാൻ പോകും. വെള്ളം വെച്ചിട്ടുണ്ട് ചൂടാവാനായിട്ട്. കുറച്ച് പുക പോകാൻ ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ ഈ കുഴലുണ്ട് പുക പോകാനായിട്ട്. പക്ഷെ അതിലിങ്ങനെ ഒരുപാട് നാളാകുമ്പോൾ നമ്മളതിൽ പുക വന്ന് അടിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തട്ടിക്കളയണം. അത് കളഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് തോന്നുന്നു പുക അങ്ങോട്ട് പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഇനി ഒന്ന് വൃത്തിയാക്കണം. അതിന് കുഴൽ ചൂലിട്ടിട്ടോ അല്ലെങ്കിൽ മണൽ നിറച്ച കവറിട്ടിട്ടോ ഒന്ന് വലിക്കുക കേട്ടോ ചെയ്യാൻ, മൂളി കയറിയിട്ട്. അപ്പോൾ കുഴൽ വൃത്തിയാവും. അപ്പം നമുക്ക് ചേമ്പ് ഈ വെള്ളത്തിലോട്ട് ഇടാം കേട്ടോ. വെള്ളം ചൂടായി ആവി വന്ന് കുമളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടേ. ഒന്ന് ആവി കയറി തുടങ്ങുമ്പോൾ നമുക്ക് ഇനി ഇതിലോട്ട് ഉപ്പിടാം. ഒരുപാട് മൂക്കാത്ത നല്ല കാന്താരി ഉണ്ടായിട്ടുണ്ടേ. അപ്പോൾ നമ്മളിതൊന്ന് കുറച്ച് കാന്താരി പറിച്ചെടുക്കുക. ഒരുപാട് മൂത്ത കാന്താരി ആകുമ്പോൾ നല്ല എരിവായിരിക്കും. ഇതാകുമ്പോൾ മൂക്കാത്തയാണെങ്കിൽ ചമ്മന്തി അരയ്ക്കാനൊക്കെ നല്ലത്. അതാണ് മൂത്ത് വരുന്നേ ഉള്ളൂ. നല്ല വലിപ്പമുള്ള കാന്താരിയാണ്. ഇനി കുറച്ച് പറിച്ചെടുക്കണ്ടേ. കാന്താരി മുളക് തണ്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഉപ്പിടുന്നുണ്ട്, ഒന്ന് ചതഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാനൊരു ഇടികല്ലന്ന് വാങ്ങിയ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ഇതാണ് നമുക്കിങ്ങനെ നീക്കിയൊന്നും കൊടുക്കണ്ട കേട്ടോ. ഇടിക്കാനായിട്ട് നല്ലതാണ്. ശരിക്കും ഇത് അരയ്ക്കാനാണ് നല്ലത്. ഇതുവരെ ഞാനൊന്ന് ശരിയാക്കി എടുത്തിട്ടില്ല. നമ്മൾ പുതിയൊരു കല്ല് വാങ്ങിയാൽ കുറച്ച് അരിയോ എന്തെങ്കിലുമൊക്കെ ഇട്ടൊന്ന് അരച്ച് അതിൽ കല്ലിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കളഞ്ഞ് കഴുകി എടുക്കണത് അതുവരെ ചെയ്തിട്ടില്ല. ഇടിക്കാനുള്ള എടുക്കുമ്പോൾ അത് ഓർക്കും കേട്ടോ. പക്ഷേ മറന്നു പോകുമ്പോൾ കുറച്ച് തിരക്കുമാണ് ഇപ്പോൾ. ഈ ഓർഡറൊക്കെ എടുക്കുന്നതിൻ്റെയൊക്കെ ആയിട്ടുള്ള തിരക്കുകളും ഉണ്ട്. ഇത് പരന്നിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഇടിക്കുമ്പോൾ തെറിച്ച് പോകാനുള്ള സാധ്യത കൂടുതലാട്ടോ. കാന്താരിയൊക്കെ ഇടിക്കുമ്പോൾ നമ്മുടെ കണ്ണിലൊക്കെ തെറിച്ച് വീഴാനുള്ള സാധ്യതയുണ്ട്. ഇത് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ ചമ്മന്തി റെഡിയായി. ഇനി ചേമ്പൊന്നായാൽ മതി. ചേമ്പ് നന്നായിട്ട് തീയൊക്കെ കത്തുന്നുണ്ട്. ഏതാണ്ട് ആയിട്ടുണ്ടാവും, നോക്കട്ടെ. കുറച്ചുകൂടെ വേവാനുണ്ട്. ശരിക്കും അങ്ങ് വെന്തിട്ടില്ല. കുറച്ച് നേരം കൊണ്ട് അടച്ചു നോക്കട്ടെ. ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി എടുക്കുക. ഇഷ്ടായോ? ഇഷ്ടപ്പെട്ടില്ല? കൊള്ളില്ല? നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം ഒരു എന്താ പറയുക, ഒരു വെണ്ണ പോലെ ആവില്ല, ആ വരുവാണ്. തന്നൊരു ഇഷ്ടമായോ? ഇല്ല? കഴിക്കേ. എങ്ങനെയുണ്ട്? ഒറ്റക്കാലിൽ സോക്സ് ഇട്ടിട്ടിരിക്കുക. ഋഷിക്കുട്ടിന് കുഴപ്പമില്ല. ഓ, തുപ്പാൻ തുടങ്ങി. അപ്പം പറഞ്ഞപ്പോൾ തുപ്പാൻ തുടങ്ങി. ചൂടുണ്ടായിരുന്നോ? സോറി. ആ കാണിച്ചു ഒരു വാ. ആ കുഞ്ഞു അമ്മ തരാം, അമ്മ തരും. ദേ തുപ്പിക്കളയുന്നു. ഇഷ്ടപ്പെട്ടു. എന്നാ കഴിച്ചോ. ഇഷ്ടപ്പെട്ടു? ഏത് ഇഷ്ടപ്പെട്ടെ? ഏത് ചമ്മന്തിയാ? റെഡ് ചമ്മന്തിയോ? എന്നാ മുക്കി കഴിക്കട്ടോ. എന്നാ കുഞ്ഞു കഴിച്ചോ. അമ്മ അമ്മമ്മ 2-3 വാ കഴിച്ചു. എന്നിട്ട് തുപ്പു കേട്ടോ. ഇപ്പോൾ ദോശ കൊടുത്താണ് രാവിലെ.
ഇന്ന് കഴിക്കുമോന്നൊന്നും അറിയാത്തതുകൊണ്ടേ ദോശ ഉണ്ടാക്കി കൊടുത്തായിരുന്നു. വേണ്ട വേണം. വീഴാൻ പോയോ? ഷൂട്ടുണ്ട് ഇവിടെ. ചേമ്പ് ഒരുപാട് തണുക്കുന്നതിന് മുന്നേ കഴിക്കണം. തണുത്ത് പോയാൽ കൊള്ളത്തില്ല. നല്ല രസമുണ്ട് കഴിക്കാം. കുറച്ച് കുരുമുളക് പാക്ക് ചെയ്ത് വെക്കാനുണ്ടായിരുന്നേ, അപ്പോൾ അത് ചെയ്യാനായിട്ട് വന്നതാണിപ്പോൾ. നമുക്ക് ഇങ്ങനെ കവറിലാക്കി വെച്ചാൽ നമുക്ക് പിന്നെ ഓർഡർ വരുന്ന സമയത്ത് പെട്ടെന്ന് ഇതാക്കി കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് സമയം പോവേ. സാധാരണ അമ്മയൊക്കെയാണ് കേട്ടോ ഇത് ചെയ്യുന്നത്, പാക്കിങ്. ഇപ്പോൾ കുരുമുളകാണ് ചെയ്യുന്നത്. കുരുമുളക്, ബാക്കി തേനൊക്കെ കുറച്ചുള്ളതൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. തൂക്കവും കൂടെ നോക്കിയിട്ട് വേണം പാക്ക് ചെയ്യാനായിട്ട്. ഇത് 520 ആക്കിയിട്ടങ്ങ് നിർത്തുവേ. 1/2 കിലോയുടെയാണ് പാക്ക് ചെയ്യുന്നത്. ഒരു 520, 500 കിലോ, 1/2 കിലോയും പ്ലസ് ഒരു 20 ഗ്രാമും കൂടെ ആക്കിയിട്ട് അങ്ങനെ നിർത്തുകയാണ് ചെയ്യുന്നത്. പാക്കിംഗ് ഒരു പണിയാണ്. പാക്കിംഗ് കുടംപുളി, തേന്, പിന്നെ നമ്മുടെ കുന്തിരിക്ക, അതൊക്കെയാണ്. കുന്തിരിക്കുകയാണെങ്കിൽ കട്ടയായിട്ട് നമ്മുടെ അടുത്ത് ഉള്ളതേ. അപ്പം നമ്മളത് കുറേ പൊടിച്ച്, കട്ടയുണ്ട് പൊടിയുണ്ട്, പൊടിച്ച് കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ട് വേണം പാക്ക് ചെയ്യാനായിട്ട്. പിന്നെ ഇപ്പം ഇതിനായിട്ടൊരു സ്ഥലം ചെയ്തെടുത്താട്ടോ, അല്ലെങ്കിൽ നമുക്ക് ഇതിനുള്ള സ്ഥലവും സൗകര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നേ. അപ്പം ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് വീട്ടിൽ വന്നിട്ട് വാങ്ങാൻ പറ്റുമോ. വീട്ടിൽ ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം നമ്മളെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇടയിലേ വീട്ടിൽ വന്നിട്ട് നമുക്കിത് എടുത്തു തരാനോ ഒന്നിനുള്ള സമയവും ഉണ്ടാവില്ല. നല്ല തിരക്കുണ്ട് ഇപ്പോൾ. ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ടാണ് കേട്ടോ. അത് നമ്മളിത് മാത്രം, അല്ലെങ്കിൽ നമ്മൾ ഓർഡർ എടുക്കുക, അല്ലെങ്കിൽ ഇത് മാത്രമല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ കൂടെ നമുക്ക് വരുമ്പോൾ ഇതൊക്കെ കൊണ്ടുവന്ന് കൊടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ്, എടുത്ത് തരാനൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ മാക്സിമം ചോദിക്കുന്നവരോട് പറയും വീട്ടിൽ ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം. ഒന്നാമത് നമ്മളിപ്പം നമ്മൾ ഒരുപാട് സാധനങ്ങളുണ്ട്, വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് വീട്ടിലും വെക്കുന്നുണ്ട്. 2 സ്ഥലത്തൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മളിവിടെ നല്ല തണുപ്പും കൂടി ഉള്ളതുകൊണ്ടേ ഒട്ടും തണുപ്പ് കയറാത്ത രീതിയിൽ വേണം നമ്മളിതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെക്കാനോ ഒക്കെ. തണുപ്പും കോടയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ വേഗതാവും. പിന്നെ അച്ചാറൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അച്ചാർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചാറിടാനുള്ള പാത്രം, അച്ചാറിട്ട് കഴിഞ്ഞ് എടുത്ത് വെക്കാനുള്ള പാത്രം, ഇതിനുള്ള സൗകര്യങ്ങളൊന്നും ഇത് അച്ചാറിട്ട് വെക്കാനോ അല്ലെങ്കിൽ അച്ചാർ ഇടാനുള്ള അങ്ങനത്തെ പാത്രങ്ങളുടെ അതിൻ്റെ വെക്കാനോ എല്ലാത്തിനുള്ള സൗകര്യക്കുറവുകൊണ്ടാണ് ഇപ്പോൾ ഒന്ന് അച്ചാർ കൊടുക്കാത്തത്. ഈ കവറാണെങ്കിൽ അടി ഇങ്ങനെ നിൽക്കത്തില്ല. ചില കവറുകളുണ്ട് കേട്ടോ, അതാകുമ്പോൾ അടി നിൽക്കും, നമുക്കിതിൽ വെച്ച് തൂക്കെടുക്കാൻ പറ്റും. ഇച്ചിരി പാടാം. $497. $520. പാക്കിങ്ങിന് ഒരുപാട് സമയം പോവേ. ഇത് ഞങ്ങൾ പിന്നെ എപ്പോഴും ചെയ്യുന്ന രാത്രി സമയത്ത്, അതാകുമ്പോൾ സമയത്തോടെ പയ്യിരുന്ന് ചെയ്യാമല്ലോ. ചിലപ്പോൾ പാക്കിങ് കഴിയുമ്പോൾ രാത്രി 12 മണി വരെയൊക്കെ പാക്കിങ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓർഡർ എടുക്കുന്ന സമയത്താണെങ്കിൽ അത് നമുക്ക് പാക്ക് ചെയ്യാനോ ഒരുപാട് സമയമെടുക്കും. പിന്നെ കുഞ്ഞ് വലിയ വഴക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൻ ഞങ്ങൾ പാക്ക് ചെയ്യുമ്പോൾ അതിൽ കൂടെ നടന്നോളൂ കേട്ടോ.
എല്ലാവരും ഒക്കെ ഇങ്ങനെ പാക്ക് ചെയ്യുന്ന കാണുമ്പോൾ അവനും അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ അങ്ങനെയൊക്കെ നടക്കും. വഴക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുറേ സമയം അങ്ങനെ പാക്കിങ്ങിനോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും പണികൾക്കൊക്കെ സമയം കിട്ടും. നമ്മുടെ കയ്യിലുള്ള കുന്തിരിക്കാട്ടോ ഇത്. കുറേ കട്ടയുണ്ട്, പിന്നെ അതിൻ്റെ അത് കുറേ പൊടിയുണ്ട്. പൊടി എന്ന് പറയുമ്പോൾ ഇവർ മരത്തിൽ നിന്ന് ഇത് കുന്തിരിക്ക എന്ന് പറയുന്നൊരു കറയല്ലേ മരത്തിൻ്റെ. അപ്പോൾ ചെത്തിയെടുക്കുമ്പോൾ ഇങ്ങനെ വെട്ടിയൊക്കെ എടുക്കുമ്പോൾ പൊടിഞ്ഞു പോണ പൊടിയുണ്ട്. പിന്നെ അല്ലാതെ ഇങ്ങനെ അത് നമ്മളിങ്ങനെ പൊടിക്കുന്ന സമയത്ത് പൊടിയോട് ഇതൊക്കെ ഇത്രയും വലിയ കഷ്ണങ്ങളൊക്കെ ആയിട്ട് വരുന്നതാണ്. ഈ കഷ്ണങ്ങൾ നമുക്ക് ഒരു കവറിൽ പാക്ക് ചെയ്യാൻ പറ്റില്ല. 1/2 കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ പൊട്ടിച്ച് ഇതേപോലെ കഷ്ണങ്ങളാക്കുമ്പോൾ പൊടിയുന്നുണ്ട്. പൊടിയും കട്ടയെല്ലാം കൂടെ ആയിട്ടാട്ടോ പാക്ക് ചെയ്യുന്നത്. വലിയ വലിയ കഷ്ണങ്ങളാണ് വരുന്നത്. നമുക്ക് അങ്ങനെ പാക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു നല്ല നല്ല സൈസിൻ്റെ ഇതൊക്കെ നമ്മൾ കുറേ പൊട്ടിച്ചാണ്. ഇനിയും പൊട്ടിക്കുവാണെങ്കിൽ അത്രയും കൂടെ ഒതുങ്ങും സാധനമേ. പള്ളി ചിലപ്പോൾ ഈ അയക്കുന്ന സമയത്ത് കവറൊക്കെ കീറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതുണ്ടോ നല്ല പൊടി, കുന്തിരിക്കത്തിൻ്റെ പൊടി. ഈ പൊടിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, തീയിൽ പുകഞ്ഞോളും. ഈ കുന്തിരിക്കത്തിൽ നമ്മൾ അഷ്ടഗന്ധം അങ്ങനെയൊന്നും ചേർത്തിട്ടില്ല. കുന്തിരിക്കം മാത്രമേ ഉള്ളൂ, ഒറിജിനൽ ആയിട്ടുള്ള കുന്തിരിക്കം. എന്താ നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങുന്ന കുന്തിരിക്കത്തിൻ്റെ പൊടിയും ആ മണവും ഈ മണവും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ആ മണം എന്ന് പറയുമ്പോൾ അതിൽ അഷ്ടഗന്ധമൊക്കെ ചേർത്തിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചേർത്തിട്ട് ആ നല്ല ചിലപ്പോൾ മണം ഉണ്ടാവും. ഇത് നോർമൽ മണം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ കുന്തിരിക്കം വാങ്ങി ഒരുപാട് പേരുണ്ട്. പിന്നെയും ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇത് നോർമൽ കുന്തിരിക്കയാണ്. ആ കുന്തിരിക്ക ഒറിജിനൽ കുന്തിരിക്ക, ആ ഒറിജിനൽ കുന്തിരിക്കത്തിൻ്റെ മണം മാത്രമേ ഇതിനുണ്ടാവുള്ളേ. ഇതിനിപ്പോൾ കുറച്ച് പാക്ക് ചെയ്യാനുള്ള കുറച്ചേ ഉള്ളൂ ഇനി പാക്ക് ചെയ്യാനായിട്ട്. അതോടെ ഒന്ന് പാക്ക് ചെയ്ത് വെക്കണം. ഇന്ന് നമ്മൾ കറി വെക്കാൻ പോകുന്ന തോമരയാട്ടോ. അപ്പോൾ തോമര വെള്ളത്തിലിട്ട് കുതിർത്തിയേക്കുന്നതാണ്. ഇത് ഉണക്കത്തോമരയായിരുന്നു, വെള്ളത്തിലിട്ട് കുതിർത്തിയതാണ്. തോമര നമ്മൾ പറിക്കാൻ പോകുന്നതിൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് ആ സമയത്തൊക്കെ, പച്ചത്തോമരയെ. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഈ തോമര എന്താ ഈ സോയാബീനാണോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. തോമര എന്ന് പറയുന്നത് നമ്മൾ സാമ്പാറിലേക്ക് ഇടുന്ന തുവരപ്പരിപ്പ് എന്ന് പറയില്ലേ, അതിൻ്റെ തോമരയാണ് കേട്ടോ ഇത്. നമ്മുടെ ഇവിടെയൊക്കെ ഇത് കൃഷി ചെയ്യാറുണ്ട്. പച്ചയ്ക്ക് നമുക്ക് കിട്ടും, ഉണക്കയും കിട്ടും. അപ്പോൾ ഉണക്ക വെള്ളത്തിലിട്ട് കുതിർത്തിയതാണ് ഇത്. അപ്പോൾ ഇതാണിന്ന് കറി വെക്കാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ ഉള്ളിൽ പരിപ്പുണ്ട് കേട്ടോ. കുറേ കല്ലൊക്കെ ഉണ്ടാവും, വെള്ളത്തിലിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ പരിപ്പ്, നമ്മുടെ സാമ്പാറിനൊക്കെ ഇടുന്ന തുവരപ്പരിപ്പ് പറയില്ലേ, അതാണ് കേട്ടോ ഇത്. ഇതൊന്ന് നന്നായിട്ടൊന്ന് അരിച്ച് എടുക്കണം. കല്ലുണ്ട്. അപ്പോൾ നമുക്കിതിനെ അരയ്ക്കാനായിട്ട് തേങ്ങയും പെരിഞ്ചീരകവും ഒരു കഷ്ണം വെളുത്തുള്ളി എടുത്തേക്കുന്നത്. നമുക്ക് ഈ തോമര കുറച്ച് സവോളയും പച്ചമുളകും കൂടി ഇട്ടൊന്ന് വേവിക്കാൻ വെക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കുക ആദ്യം. കടുക് വറുക്കാനായിട്ട് പോവുകയാണെങ്കിൽ നമ്മളിപ്പോൾ തേങ്ങ അരച്ചെടുത്തു. ഇനി കടുക് വറുത്തിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കണം. സാധാരണ ഒന്നെങ്കിൽ വറുത്തരച്ച് വെക്കും കേട്ടോ, തേങ്ങ പൊടികളൊക്കെ ചേർത്ത് നമ്മൾ സാധാ കറിയിൽ വറുത്തരയ്ക്കുന്ന പോലെ അങ്ങനെ അരയ്ക്കും. അല്ലെങ്കിൽ പിന്നെ ഇതേപോലെ അരച്ചതിന് ശേഷം അരപ്പൊന്ന് മൂപ്പിച്ചെടുക്കും കേട്ടോ. നമ്മൾ വേണ്ട പൊടികളും എരിവിനുള്ള സാധനങ്ങളൊക്കെ പിന്നീടാണ് ഇടുക. ഇത് തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും മാത്രം, പെരിഞ്ചീരകവും കൂടെ ഒന്ന് മാത്രം അരച്ചെടുത്തു. ഋഷിക്കുട്ടനും ഉണ്ടെന്ന്. ഋഷിക്കുട്ടനുള്ളിൽ ഇരിക്കാൻ വയ്യ. അമ്മയൊക്കെ അവിടെ പാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പുക പിടിക്കാൻ പറ്റില്ല, പുക വേറെ സാധനം, അതിങ്ങനെ പോവും. അമ്മയൊക്കെ അവിടെ പാക്കിങ്ങിലാണ്. കുറച്ച് ഓർഡറൊക്കെ വന്നതിൻ്റെ കടുക് വറുക്കാൻ പോവുക. മാറി നിൽക്കണോ, പൊട്ടിത്തെറിക്കുമോ? ഇത്രയും ദൂരമായിട്ട് തെറിക്കത്തൊന്നുമില്ല കേട്ടോ. എത്തി നോക്കാൻ പോവുക. എന്താ നോക്കണേ, എന്താ ഉള്ള അവിടെ? ഉണക്കമുളക് ഇടുവാണ് ഇതിലോട്ട്. പിന്നെ കറിവേപ്പില ഇടുന്നുണ്ട്. ഇതിലോട്ട് അരച്ച് വെച്ച് തേങ്ങയും കൂടി ഇടുവാണ്. വെള്ളം കുറച്ചിട്ടാട്ടോ നമ്മൾ അരച്ചെടുക്കുക. ഇങ്ങനെ അരപ്പ് മൂപ്പിക്കാനാണെങ്കിൽ പിന്നെ ഇങ്ങനെ മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം വരിക, അരപ്പ് മൂത്ത് വരുന്നതല്ലേ. അപ്പോൾ വേണം നമുക്ക് ബാക്കി ഇതിലോട്ട്
തുമര വേവിച്ച് വെച്ചേക്കുന്നത് ചേർക്കാനായിട്ട്. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ ഒന്ന് ഇതായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇനി ഇതിലോട്ട് പൊടികളിടണം. മല്ലിപ്പൊടി കുറച്ചിടുന്നുണ്ട്, മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ, മുളക് പൊടി ഇട്ടിട്ടില്ലേ. അപ്പോൾ ഋഷിക്കുഞ്ഞിന് കറിയൊക്കെ കൂട്ടി കൊടുക്കുന്നതുകൊണ്ടേ നമ്മൾ പച്ചമുളക് ഒരു 2 അതിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ആവശ്യത്തിനാണ്, കുഞ്ഞിനുള്ള എരിവ് ഉണ്ടാവും. പിന്നെ ഇതിൽ മുളക് പൊടിയും കൂടി ഇപ്പം ഇട്ടാൽ എരിവ് ഒരുപാടാവും. അപ്പോൾ കറി എടുത്തതിന് ശേഷം ഇച്ചിരി മുളക് പൊടി ഒന്ന് ചൂടാക്കിയിട്ടിട്ട് തിളപ്പിച്ചെടുക്കുകയായിട്ട് ചെയ്യുന്ന. കുഞ്ഞുങ്ങളെ കറി എടുത്തിട്ട് മാറ്റിയിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ചെറിയൊരു മണം, ഇങ്ങനെ തേങ്ങ മൂത്ത് വരുന്നതിൻ്റെ ഒരു മണം വരുമ്പോഴാണ് നമ്മൾ ചേർത്തേക്കുന്നെങ്കിൽ നല്ല മണം വരണം കേട്ടോ. ഇനി ഇത് മൂത്ത് വരുന്ന നമുക്ക് പരുവം മനസ്സിലാവുക നല്ല മണം വരുമ്പോഴാട്ടോ. മണം നോക്കിയിട്ടാണ് നമ്മളിത് മൂത്തു എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ചെറിയ തീയിൽ നന്നായിട്ട് ചൂടാക്കി എടുക്കാനായിട്ട് അരപ്പ് മൂപ്പിച്ചെടുക്കാവേ. ഇപ്പം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിതിലോട്ട് തുമര ചേർക്കാനായിട്ട് പോവാം. ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. ഞാൻ തിളക്കട്ടെയാണ്. മുളക് പൊടി ചൂടാക്കിയതാട്ടോ. സാധാരണ നമ്മൾ മൂപ്പിക്കുന്ന സമയത്ത് മൂപ്പിക്കുന്നത്, ഇപ്പം കുഞ്ഞിനെ എടുക്കുന്നതുകൊണ്ട് മൂപ്പിച്ചില്ല എന്നേ ഉള്ളേ. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ കറി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇറക്കാനായിട്ട് പോവുകയാണേ. നമ്മൾ കുറച്ച് പുളിയാറിൽ പറിക്കാനായിട്ട് വന്നതാണേ, മത്തി വറുക്കാനായിട്ട്. കുറേശ്ശേ ഉള്ളൂ, നമ്മൾ അന്നൊക്കെ പോലെ നിറയെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ പറമ്പിൽ കൂടെ അപ്പോൾ ഉള്ളത് പറിച്ചെടുക്കുക കേട്ടോ. പുളിയാറിൽ നമുക്ക് ഒരുപാട് കിട്ടിയില്ലേ, അപ്പോൾ കിട്ടി അത്രയും പറിച്ചെടുത്തു. പിന്നെ കാന്താരി ആട്ടോ ഇപ്പോൾ പറിച്ചെടുക്കുന്നത്. എരിവിന് കാന്താരിയും പിന്നെ കുരുമുളകും ആട്ടോ ഇടുന്നത്. പച്ചക്കുരുമുളക് കേട്ടോ, മൂത്ത നോക്കി പറിച്ചെടുക്കണേ. ശരിക്കും മൂത്തിട്ടൊന്നുമില്ല, മൂത്ത് വരുന്നേ ഉള്ളൂ കേട്ടോ. അത് നമുക്ക് പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ വേണം കേട്ടോ, അതും കൂടെ പറിച്ചെടുക്കുന്നുണ്ട്. കറിവേപ്പിലയും കൂടെ വേണേ, അതുകൂടെ എടുക്കുന്നുണ്ട്. നമുക്ക് പുളിയാറെല്ലാം ഒരുപാട് കിട്ടാത്തതുകൊണ്ട് നമ്മൾ പുളിയും കൂടെ പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പച്ചപ്പുളിയാണിത്. മൂത്ത് വരുന്നേ ഉള്ളൂ, സമയം പകുതി മൂപ്പ് അത്ര ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതിന് കുറച്ച് പുളിയും ഇച്ചിരി പുളിയാറൽ ഇതിൻ്റെ ഇലയും കൂടെ, പുളിയാറിലെ ഇല പുളിയുടെ ഇലയും കൂടെ എടുക്കുന്നുണ്ട്. പുളി ഒരു കഷ്ണം മതി കേട്ടോ, ചെറിയ പുളിക്കുള്ളത്. നല്ല പുളിയുണ്ട് കേട്ടോ, മൂത്ത് തുടങ്ങി. കുറച്ച് പുളി ഇലയും കൂടെ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി പൊഞ്ഞൊരു കഷ്ണം വെളുത്തുള്ളിയും ഉപ്പും മാത്രം മതി. ഇതെല്ലാം കൂടെ പോയിട്ടൊന്ന് അരച്ചെടുക്കാം. ഷോർട്സിനും എടുക്കണേ. ഇഞ്ചി ഒന്ന് അരച്ചെടുത്തു, വെളുത്തുള്ളി, കുരുമുളക്, പിന്നെ കാന്താരി, പിന്നെ ചെറിയൊരു പുളിയുടെ കഷ്ണം കൂടെ വെച്ച് അരയ്ക്കാൻ പോവുകയാണേ. നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ടേ. ഇതിനകത്ത് കുറേ നാരുകളൊക്കെ ഉണ്ടാവും, ഇലയുടെയും ഇഞ്ചിയുടെയൊക്കെ ആയിട്ടുള്ള. ഒന്ന് അരഞ്ഞ് കിട്ടിയാൽ മതി, ഒരുപാട് നന്നായിട്ടങ്ങ് അറിയണമെന്നൊന്നുമില്ല, ഒന്ന് അരഞ്ഞ് കിട്ടിയാൽ മതി. ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കറക്കും കേട്ടോ, ഈ കുരുമുളക് അരച്ചേക്കുന്നതുകൊണ്ട്. പച്ചക്കുരുമുളക് എണ്ണ ഒഴിച്ചേ നമ്മൾ അതിലോട്ട് എടുത്ത് അരപ്പിടുക. കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട്. ഇന്ന് വറ്റിച്ചിട്ടാട്ടോ മീൻ വറക്കുന്നത്. അപ്പോൾ ഒരു നുള്ളു ആവശ്യത്തിന് ഉപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. ഇതിലോട്ട് ഇനി മീൻ ഇടാനായിട്ട് പോവുകയാണേ.
ലോങ്ങിന് എടുത്തോ. ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് അല്ലേ ഇങ്ങനെ മീൻ വറക്കുന്നത്. പണ്ട് മുതൽ അമ്മ ഇവിടെ ചെയ്യുമായിരുന്നു കേട്ടോ ഇതേപോലെ മീൻ അരപ്പൊക്കെ. എന്ത് അരപ്പാണോ ഈ അരപ്പ് തന്നെ ആയിരിക്കും കേട്ടോ അമ്മ. സാധാ മുളക് പൊടിയൊന്നും ഇട്ടിട്ട് അങ്ങനെ വറക്കലേ ഇല്ല. ഇപ്പം നമ്മൾ എടുത്ത പോലെ ആ ഒരു അരപ്പാണ് മീൻ വറക്കാനായിട്ട് എടുക്കുക. എന്നിട്ട് ഇതിലിട്ട് വറ്റിക്കും കേട്ടോ. വറ്റിച്ചിട്ട് മീൻ വേറെ ചട്ടിയിലിട്ട് വറക്കുക ചെയ്യുക. പകരം നമ്മളിന്ന് വേറെ ചട്ടിയിലൊന്നും ഇടുന്നില്ല, ഇതിൽ തന്നെ ഇട്ടൊന്ന് വറ്റിച്ചെടുക്കുന്നേ ഉള്ളേ. രണ്ട് മൂന്നും പുളിയുടെ കഷ്ണം കൂടെ ഇടുന്നുണ്ട്. ചെറിയ പുളി കുറവ് പോലെ തോന്നി. അമ്മയ്ക്ക് ഇങ്ങനെ വറ്റിക്കുന്ന സമയത്തെ അത് എപ്പോഴൊക്കെയാണോ വേണ്ടത് അപ്പോഴത്തേക്ക് വറക്കാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ വറ്റിക്കുന്നത്. ഫുൾ മീൻ ഒരുമിച്ച് വറുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എടുത്ത് വറക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഇതേപോലെ വറ്റിച്ച് വെച്ചിട്ട് മിക്കവാറും വീട്ടിൽ എല്ലാവരും കഴിക്കാനൊക്കെ വരുന്നത് വൈകുന്നേരം രാത്രി സമയങ്ങളിലൊക്കെ തന്നെയാണ് കേട്ടോ. പകലൊന്നും പിന്നെ ആരും ഉണ്ടാവില്ല, എല്ലാവരും പണിക്കൊക്കെ പോവും. ഉണ്ണിയേട്ടനൊക്കെ ആയിരുന്നപ്പോഴും അവർ സ്കൂളിലും പോവും. അപ്പോൾ രാത്രി പിന്നെ സമയത്ത് കഴിക്കാനല്ല ഉണ്ടാവുക. അപ്പോൾ ആ സമയത്തേക്ക് വേണ്ടിയിട്ട് പിന്നെ എടുത്ത് ഒരുമിച്ച് വറക്കുവാട്ടോ ചെയ്യുന്നത്. പക്ഷെ അപ്പോൾ അങ്ങനെ നല്ല ടേസ്റ്റ് ആട്ടോ. മീനിലോട്ട് എല്ലാ എരിവും ഉപ്പും പുളിയൊക്കെ പിടിച്ച് അടിപൊളിയായിരിക്കും. പിന്നെ ചില മീനാണെങ്കിൽ പൊട്ടിപ്പോവും, അപ്പോൾ അത് പൊട്ടാണ്ടെടുത്ത് വറക്കണം. ഇപ്പം കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്തൊക്കെ സ്ഥിരം അങ്ങനെ തന്നെയാണ് വറുത്തുകൊണ്ടിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ ആയിരുന്നപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കിട്ടില്ലായിരുന്നു, വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ. പിന്നെ ആ സമയത്താണ് സാധാ മുളക് പൊടിയൊക്കെ ഇട്ട് വറക്കാനായിട്ട് തുടങ്ങിയത്. പക്ഷെ മത്തിയൊക്കെ കിട്ടുമ്പോൾ ഞങ്ങളെപ്പോഴും ഇങ്ങനെ തന്നെ വറക്കാൻ നോക്കാറുണ്ട് കേട്ടോ. ഈ സാധനങ്ങൾ കിട്ടുവാണെങ്കിൽ പുളിയാറിലേക്ക് കൊണ്ട് എന്തായാലും വറക്കും. പുളിയില ഇതൊക്കെ ഇട്ട് വറക്കും. ഇപ്പം ഒന്ന് വറ്റി വരുന്നുണ്ടേ. സൈഡിൽ ഇച്ചിരി അരപ്പ് ആവുന്നില്ല കേട്ടോ. അവിടെ ഒന്ന് പയ്യെ തിരിച്ചിടുന്നുണ്ട്. വെന്ത് തുടങ്ങി ഇനി തൊട്ട മീൻ പൊട്ടും. കുറച്ചുകൂടായിട്ട് നമുക്കൊന്ന് തിരിച്ചും കൂടി ഇടാം. ഇതൊന്ന് മറിച്ചിടുവാണേ. മറിച്ചിടലൊരു ടാസ്കായത്. ഇപ്പോൾ വറ്റിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എണ്ണയൊന്ന് തെളിഞ്ഞു. അപ്പോൾ നമ്മൾ ഇനി ഇറക്കാനായിട്ട് പോവുക കേട്ടോ. മീൻ വറ്റിച്ച പോലെ ഉണ്ടാവുള്ളേ. മീൻ വറുത്തതല്ല, വറ്റിച്ച മീൻ. അപ്പം ഇനി കഴിക്കാൻ പോട്ടെ കേട്ടോ. കഴിക്കാനെടുത്തേ നമ്മൾ വറ്റിച്ച മീനും അതിൻ്റെ കുറച്ച് അരപ്പൊക്കെ എടുത്തിട്ടുണ്ട്. കുറച്ച് നാരങ്ങ അച്ചാറും എടുക്കുന്നുണ്ട്. തുമരക്കറി എടുക്കുന്നുണ്ട്. കഴിക്കട്ടെ. മസാലയുടെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പച്ചക്കുരുമുളകിൻ്റെയും പുളിയുടെ ആ ടേസ്റ്റും ഇഞ്ചി വെളുത്തുള്ളിയും അതിൻ്റെയൊക്കെ ടേസ്റ്റ് കേട്ടോ കൂടുതലായിട്ട് നിൽക്കുന്നത്. പിന്നെ പുളിയാറിലയും അല്ലെങ്കിൽ പുളിയുടെ ഇലയൊക്കെ ഇട്ട ഒരു ടേസ്റ്റ് ഉണ്ട്. കഴിക്കട്ടെ കേട്ടോ. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ അത് മാത്രം മതി, വേറെ കറിയൊന്നും വേണ്ട. കൂട്ടി തന്നെ കഴിക്കാൻ നല്ല രസമുണ്ട്. പുളി എരിവും എല്ലാം കൂടെ ആയിട്ട്. മീനിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടേ. തൊമരക്കറി വേണമെന്നേ ഇല്ല, അപ്പം തന്നെ കൂട്ടി കഴിക്കാൻ തോന്നുക. തൊമരക്കറി രസമുണ്ട്. കഴിക്കട്ടെ കേട്ടോ. കഴിച്ചിട്ടേ 2-3 ചെടി വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതൊന്ന് വെക്കാൻ പോകണം. ഞാൻ ഈ ഇടയ്ക്ക് ചോദിച്ചില്ലായിരുന്നോ ഒരു ചെടിയുടെ പേര്? അത് ഈ ചെടിയാണ് കേട്ടോ. എന്താ നന്നായിട്ട് നല്ല വലിയ ഇലയൊക്കെ ആയിരിക്കും, നന്നായിട്ട് വെള്ളായി വളരുന്നൊക്കെ പറഞ്ഞത്. കലാത്തിയ ലൂട്ടിയ എന്നങ്ങാണ്ട് അതിൻ്റെ പേര് കേട്ടോ. കലാത്തിയ ലൂട്ടിയ ഞാൻ എടുത്തതേ 2 എണ്ണം ഒരു കവറിലുള്ള പോലത്തെയാണ് കേട്ടോ. അവിടെ ഒന്നൊന്നുള്ളതുകൊണ്ട് 2 എണ്ണമായിട്ടുള്ളത് കൊണ്ട് കേട്ടോ. 2 എണ്ണം നോക്കിയെടുത്തു. നമ്മൾ രണ്ടാമത്തെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് വെക്കാം, ഒരുമിച്ച് വെക്കുന്നില്ല, ഇച്ചിരി വിട്ട് വെക്കാം. നമ്മുടെ ഈ ഷെഡിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് വെക്കുന്നത്. അടുത്ത ചെടികളൊക്കെ പോയി. പിന്നെ ഇവിടെ വെക്കുന്ന ഈ ഡാലിയ അല്ലെങ്കിൽ ചെറിയ ചെറിയ പൂക്കളൊക്കെ തന്നെയോ പൂക്കളും, അല്ലാതെ നമ്മളിപ്പോൾ തെച്ചിയോ അല്ലെങ്കിൽ കുറച്ച് റോസയൊക്കെ വെച്ച് കൊടുത്താലും ഇവിടെ പൂക്കത്തില്ലേ, ഷെയ്ഡ് ഉള്ളതുകൊണ്ട്. അല്ലാതെ വിരിഞ്ഞ് കൊഴിഞ്ഞ് പോണ പെട്ടെന്ന് ചെടിയോടെ കൂടി പോണ ചെടികളുണ്ടാവുമല്ലോ, 2 മാസം കൊണ്ട് തന്നെ എല്ലാം പൂവൊക്കെ വന്ന് പോണേ. അങ്ങനത്തെ ചെടികൾ മാത്രമേ ഇവിടെ പൂക്കുന്നുള്ളൂ. അത് പിന്നെ നമുക്ക് ഒരു ഓണത്തിൻ്റെയൊക്കെ സമയമാകുമ്പോഴല്ലേ അത് പൂക്കുന്നത്. ആ സമയമാകുമ്പോൾ വെച്ച് കൊടുക്കാം. പിന്നെ എന്തായാലും ഇതിവിടെ വെക്കാം കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇത്. ഇവിടെ എങ്ങനെ വളരാമെന്ന് എനിക്കറിയില്ല കേട്ടോ. നമ്മുടെ അട്ടപ്പാടിയിലൊന്നും ആരും വെച്ചേക്കുന്ന കണ്ടിട്ടില്ല. എല്ലാം താഴ്ഭാഗത്തൊക്കെ കണ്ടേക്കുന്നത്. ഇവിടുത്തെ കാലാവസ്ഥയിൽ ഇതെങ്ങനെ വളരാമെന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് വെച്ച് നോക്കാം.
മണ്ണ് വല്ലാണ്ട് ഉറച്ച് പോയിരിക്കും കേട്ടോ, ഒരു രക്ഷയില്ല. വെട്ടുകല്ല് എങ്ങാണ്ട്, വെട്ടുകല്ലിൻ്റെ ഉള്ളിൽ കൂടെ എങ്ങാണ്ട് വളർന്നു വന്നേക്കുന്നത് തോന്നുന്നു. വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിരുന്നായിരുന്നേ, നിലയൊക്കെ നനച്ചായിരുന്നു, പക്ഷെ ഭയങ്കരമായിട്ട് ഉറച്ച് ഇരിക്കുക. രണ്ടാക്കി എടുക്കുന്നുണ്ടേ. ഇപ്പം 2 തൈയായി. അതെ, ചാണകപ്പൊടി ഇട്ടിട്ടുണ്ട്, ഞാൻ മണ്ണിട്ട് കൊടുക്കുക. ഇവിടെ കുറേ ഡാലികയൊക്കെ വെച്ചേക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ സൈഡ് ചേർത്താണ് വെക്കുന്നത്. ഇത് വളർന്ന് വരുമ്പോൾ എങ്ങനെയാവുമെന്ന് അറിയില്ല. ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നോക്കിയപ്പോൾ എല്ലാം ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ചാഞ്ഞാണ് കണ്ടോ കേട്ടോ. അപ്പോൾ ഇനി ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ചാഞ്ഞു വരുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇച്ചിരി അങ്ങോട്ട് നീക്കിയാണ് വെക്കുന്നത്. ഇനി അഥവാ വളർന്നു വരുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ പറിച്ച് മാറ്റി നടേണ്ടി വരും. പക്ഷേ ഏട്ടനോട് ചേർത്തിട്ടപ്പോൾ ഇടുന്നത്. ഇത് നനവില്ലേ, നട്ടു കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ആകുമ്പോൾ കാണത്തില്ല. നന്നായിട്ടൊക്കെ വരുവാണെങ്കിൽ ബാക്കിയുള്ളത് കളഞ്ഞ് അത് തന്നെ നിർത്തണം. ഉള്ളതൊക്കെ അങ്ങനെ തന്നെ നിലം പറ്റി നിൽക്കുക, ഒന്നും വളരുന്നൊന്നുമില്ല. വരുവാണെങ്കിൽ നന്നായിട്ടൊന്ന് വളർത്തിയെടുക്കണമെന്നുണ്ടേ. നോക്കാം. അച്ഛയും അമ്മയും കൂടെ നെല്ലിക്ക പറിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് കുറച്ച് നെല്ലിക്ക പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അരിനെല്ലിക്കയാണ്. കുറേ ഇലയും ചപ്പും ചവറൊക്കെ ഉണ്ട് കേട്ടോ. അത് കുലുക്കി പറിച്ചേക്കുന്നതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ഞാൻ പറിച്ച് കളയണം. നമ്മളന്ന് പറിച്ചപ്പോൾ തന്നെ കുറേ നമ്മൾ കൈകൊണ്ട് പറിച്ചെടുത്ത്. ഇതൊന്ന് കുറേ കുലുക്കി പറിച്ചേക്കുന്നതുകൊണ്ട് ഒരുപാട് ചപ്പുമുണ്ട്. കേടായിട്ട് മരത്തിൽ നിന്ന് നെല്ലിക്കയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല മൂത്ത നെല്ലിക്കയുണ്ട്, പിഞ്ച് നെല്ലിക്കയുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഈ ഇലയും ചപ്പും ചവറൊക്കെ ഒന്ന് പെറുക്കാനായിട്ട് പോവുക. കുറേ തണ്ടും കോലും വാടിയതും ഒക്കെ ഉണ്ട്. ചവലയൊക്കെ എടുത്ത് പെറുക്കി മാറ്റുക. അന്ന് നെല്ലിക്കയുടെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഒരുപാട് പേരെ ഞാനിപ്പം ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ എന്താ നമ്മളടുത്ത് തേനും കുന്തിരിക്കയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് നെല്ലിക്കയ്ക്കായിരുന്നു കേട്ടോ കൂടുതൽ ആവശ്യക്കാരുണ്ടായിരുന്നത്. നെല്ലിക്ക തരുമോ, നെല്ലിക്കയുടെ അച്ചാർ തരുമോന്നും. നെല്ലിക്ക ഇട്ട് വെച്ചിട്ടേ ഉള്ളൂ. പിന്നെ ആകെ അത് കുറച്ച് നെല്ലിക്കയേ ഉള്ളൂ. ചിലപ്പോൾ ഒരു 10 ബോട്ടിൽ അല്ല ഒരു 20 ബോട്ടിലൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. 1/2 കിലോ വെച്ച് ആക്കുവാണെങ്കിൽ തന്നെ അത്രയേ ഉള്ളൂ നെല്ലിക്ക. നമുക്കിപ്പോൾ അടുത്ത നെല്ലിക്ക കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഉപ്പിലിടാമെന്ന് വിചാരിക്കുന്നത്. ഒന്നാമതൊരു മൂടി കെട്ടി നിൽക്കുക, മഴക്കാറൊക്കെ. അപ്പോൾ അതൊന്ന് കഴുകി ഉണങ്ങാൻ പറ്റില്ല ആദ്യം. ഈ കാലാവസ്ഥയിൽ ഉണങ്ങി കിട്ടാൻ പാടായിരിക്കും. അപ്പോൾ നമ്മളൊന്ന് കഴുകി ഉണക്കി ഉപ്പിലിടുക. ഒന്ന് വാട്ടി ഒന്ന് ചെറുതായിട്ട് വെളുത്തിട്ട് ഒന്ന് കുറച്ച് വെയിൽ കൊള്ളിക്കുകയാണെങ്കിൽ നല്ലതാണേ. അപ്പോൾ എന്നാലും പറ്റത്തില്ല. ഉപ്പിലിട്ട് വെക്കാം, എന്നിട്ട് പിന്നെ എടുത്ത് അച്ചാറിടാം. ഒരുപാട് ചപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കേട് നെല്ലിക്ക ഉണ്ടായിരുന്നു. കുറേ പെറുക്കി മാറ്റി ഇത് ബാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തുനിന്ന് ഇനി കുറച്ച് പിഞ്ചൊക്കെ ഉണ്ട്. ഇന്ന് കഴുകിയിട്ട് ഒന്ന് വെള്ളം തോരാൻ വെച്ചിട്ട് വേണം ഉപ്പിലിടാനായിട്ട്. ഇനിയിപ്പോൾ എന്തായാലും ഇന്ന് കഴുകി വെച്ചാലും നാളെ ഇടാനായിട്ട് പറ്റത്തുള്ളേ, വെള്ളം പോയി ഒന്ന് വരാനായിട്ട്. ഈ ചാക്കിലുണ്ട്, ഇവിടെ ഉണ്ട്, അവിടെ കുറച്ച് നെല്ലിക്കയുണ്ട്. ഇതെല്ലാം അരിഞ്ഞ് ചാക്കിലിട്ട് വെക്കാൻ പോവാം. ഇപ്പോഴാട്ടോ നമ്മുടെ പറമ്പിൽ കുറേ കൂണുണ്ടായത് കണ്ടേക്കുന്നത്. ഈ വർഷം നമുക്ക് ഇതേവരെ കൂണ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം തുലാവൊക്കെ ഇതാ കഴിയാറായിട്ടുണ്ട്. ഇപ്പോഴാട്ടോ ഇവിടെ ഒരു കൂണ് ആദ്യമായിട്ട് കാണണം. പല സ്ഥലത്തും വിരിഞ്ഞു പോയി, അത് കേടായി പോയി കഴിയുമ്പോഴാട്ടോ നമ്മൾ കണ്ടിട്ടുള്ളത്. അത് വിരിഞ്ഞ് നല്ല നമുക്ക് പറിക്കാൻ പറ്റുന്ന നല്ല പാകത്തിനുള്ള സമയത്തൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. 2-3 സ്ഥലത്ത് മുകളിലൊക്കെ നമ്മൾ കളിച്ചിട്ട പറമ്പിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് കിട്ടിയില്ല. അത് ഈ വർഷം ആദ്യമായിട്ടാട്ടോ അപ്പോൾ കൂണ് കിട്ടുന്നത്. നിറയെ അരിക്കൂണുണ്ടായിട്ടുണ്ട്. ഒന്ന് പറിച്ചെടുക്കാവേ. ഇത് നിറയെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇത് പറിച്ചെടുക്കാനാണൊരു ബുദ്ധിമുട്ട്. പറിച്ചെടുത്ത് അടിയത്തെ മണ്ണും കളഞ്ഞൊന്ന് വൃത്തിയാക്കി എടുക്കാൻ നല്ല വലുപ്പമുണ്ടേ. പിന്നെ ഈ മണ്ണിന് നനവൊന്നും ഇല്ലെങ്കിൽ ഇച്ചിരി പാടാം. മഴയൊക്കെ ഒന്ന് ചാറി കിട്ടുന്നേക്കുന്നതുകൊണ്ടാണ് ഇച്ചിരി വലുതായി വന്നേക്കുന്നത്. അല്ലെങ്കിൽ തീരെ ചെറുതായിരിക്കും, പറിച്ചെടുക്കാനും പാടായിരിക്കും. ഇതിനിവിടെ കൊടിയാണേ. ഈ കൊടിയുടെ അടിയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്, നിറയെ ഉണ്ടായിട്ടുണ്ട്. അപ്പം പോലെ ആണല്ലേ. കുറേ നേരത്തെ പണിയുണ്ട് കേട്ടോ. അതൊന്ന് ഉള്ളിപ്പറിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും തീരത്തില്ല. ഇത് നിന്ന് മൊത്തം ഒന്ന് പറിച്ചെടുക്കട്ടെ.
എന്തായാലും കുറച്ച് അധികം സമയം എടുക്കും. പറിച്ചെടുക്കട്ടെ. ഇനി കൂണൊക്കെ പറിച്ചിട്ട് വന്നിട്ട് നമ്മൾ ഒരു തോരൻ വെച്ചു. തോരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മസാലയൊക്കെ ഇട്ടിട്ട് കടുക് വറുത്ത് സവാളയൊക്കെ ഒന്ന് വഴറ്റി കൂണും ഇട്ട് മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ടുള്ള അമ്മയാട്ടോ വെച്ചത്. കുളിക്കാനൊക്കെ പോയി പിന്നെ വന്നിട്ട് ഒരുപാട് വൈകി. പിന്നെ അമ്മ വൈകുന്നേരം പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും കഴിച്ചു. കപ്പളങ്ങയായിട്ട് ഇപ്പോൾ കഴിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ദോശയോ ചപ്പാത്തി എന്തെങ്കിലും അങ്ങനെ ചിലപ്പോൾ കഴിക്കലുണ്ട്, റാഗിയോ. അപ്പം ഇന്ന് എന്താ പഴംപൊരി കഴിച്ചുകൊണ്ട് പിന്നെ വിശപ്പുമില്ല, അപ്പോൾ കപ്പളങ്ങ എടുത്ത് കഴിക്കാം. നമുക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. കാണിക്കല്ലേ? ചെയ്യാൻ പാടില്ല. താനിപ്പാ നല്ല കുട്ടിയായിട്ടിരിക്കും. വേണമെങ്കിൽ കഴിക്കും. വലിയ ഇഷ്ടമൊന്നുമില്ല കപ്പളങ്ങ, ഒരു മണമെന്ന് പറയും. കഴിക്കും, നോക്കട്ടെ. കഴിക്കും. കപ്പളങ്ങ കഴിക്കുന്നത് നല്ലതാണ്. വീട്ടിലുണ്ടായതാണേ, വലിയ കപ്പളങ്ങയായിരുന്നു. കഴിച്ചോ, വേഗം കഴിച്ചോ. ഇത് ഞങ്ങൾ പഴയ വീട്ടിൽ നിന്ന് മേടിച്ചോണ്ട് വന്നതാ. ഏത് വീട്ടിൽ നിന്ന്? പല്ലേറ വീട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നു. അമ്മ കപ്പളങ്ങ എനിക്ക് വേണ്ട. ഇന്ന് എന്താ കഴിക്കുന്നത്? ദോശ കഴിക്കണ്ടോ? ദോശയുണ്ട്. പഞ്ചസാരയോ? ഇല്ലെങ്കിൽ എന്താ തക്കാളി ചോറ് തരോ? തക്കാളി ചോറ് തരാം. അതിഷ്ടാ? തക്കാളി ചോറ് ഇഷ്ടാ? കഴിക്കട്ടെ. ഋഷിക്കൂടെ വൈകുന്നേരം കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്നിട്ട് കളിക്കുവാണ്. മിക്കവാറും ദിവസം സന്ധ്യ ആകുമ്പോൾ കിടന്നുറങ്ങും. പിന്നെ അങ്ങനെ ഉറക്കായിരിക്കും. നമ്മളൊക്കെ ഉറങ്ങാനാവും സമയമാകുമ്പോഴത്തേക്ക് എഴുന്നേറ്റ് വരും. പിന്നെ ഫുള്ള് പാല് കുടിയായിരിക്കും. ഇന്നും ഉറങ്ങിയില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊക്കെ കൊടുത്താൽ കുറേ നേരം ഉറങ്ങും. കുഞ്ഞാ കുരുത്തൊക്കെ ഇടുക, കുരുത്തം കേട്ടാ. ഇത്രയും കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവേ. നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും Bye, see you.